രണ്ടാം ദിവസം ഈശോ ഉയർത്തുന്ന 8-ാം ദിവസം ഇത്രയും പ്രാബല്യത്തോടെ ഘോഷാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചെല്ലുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേറ്റ ഈശോ ഏതാണ്ട് 500-ലധികം പേർക്ക് ദർശനം കൊടുക്കുന്നുണ്ട്. മറിയത്തിനെ കൊടുത്തതുപോലെ അതുപോലെ ആ ഒരു അനുഭവം നമുക്കുമുണ്ടാകുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. തോമാശ്ലീഹ നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് തോമാശ്ലീഹയ്ക്ക് കർത്താവ് പ്രത്യേകമായൊരു ദർശനം കൊടുത്തത്. 11 പേർക്കും ദർശനങ്ങൾ കൊടുത്തു. എനിക്കും അത് വേണം, എനിക്കും അവനെ കാണണം, അവൻ്റെ ആണിപ്പാടിലെ മുറിവ് വ്യക്തമായി കണ്ട് എൻ്റെ വിരൽ ആ മുറിവിലൊന്നിടണം, ഒന്ന് തൊടണം, അവൻ്റെ പാർശ്വത്തിലെ മുറിവ് കാണണം, അവൻ്റെ ചങ്കിലെൻ്റെ കരം വെക്കണം. ഇതാണ് തൻ്റെ ആഗ്രഹം. ഹൃദയസ്പർശിയായ ഒരനുഭവമാണ് തോമാശ്ലീഹ ആഗ്രഹിച്ചത്. ആ ഒരനുഭവം നമുക്കും ചോദിക്കാം. നമ്മുടെ വിശ്വാസം വളരുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കട്ടെ. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നമ്മൾക്ക് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു മിശിഹ അനുഭവത്തിന് വേണ്ടിയാണ് ഞാനിത് ചോദിക്കുന്നത്. എനിക്കും കർത്താവിനെ കാണണം. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ നടത്തിയിരിക്കുന്ന പ്രാർത്ഥന, എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പ്രാർത്ഥന, എൻ്റെ പിതാവിന് രോഗിയായ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, അഥവാ അപ്പന് വേണ്ടി, ക്യാൻസറാകട്ടെ, അത് മാരക രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം, എന്തുമാകട്ടെ, എൻ്റെ കർത്താവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, എൻ്റെ ജ്ഞാനം പ്രവർത്തിക്കുന്നു. ഈശോ പ്രവർത്തിക്കുന്ന ഈശോ കഫർനഹൂമിൽ പ്രവർത്തിച്ചതുപോലെ, ഗലീലായ പ്രദേശത്ത് പ്രവർത്തിച്ചതുപോലെ മലമുകളിലും താഴേക്ക് വന്നപ്പോൾ കർത്താവിനെ കാത്തുനിന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതുപോലെ വിശ്രമമില്ലാതെ വചനം പ്രവർത്തിച്ചുകൊണ്ടും വചനം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈശോ അല്പം വിശ്രമിക്കാൻ വിജനമായ സ്ഥലത്തേക്ക് പോയപ്പോൾ കർത്താവ് എത്തുന്നതിന് വേണ്ടി ജനം അവിടെ എത്തി. അവരുടെ ഇടയില്ലാത്ത ആടുകളെ പോലെ നിരാലംബരമായി അവരെ കണ്ടു. കർത്താവ് ഇടപെടുന്നു. അവർക്ക് താൻ സമയമില്ല എന്ന് പറയുകയല്ല, കർത്താവ് അവർക്ക് വിശുദ്ധാനുഭവം കൊടുക്കുന്നുണ്ട്. തൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടവര്, തന്നെ ഒന്ന് തൊട്ടവര് എല്ലാവർക്കും സുഖം കൊടുക്കുന്നുണ്ട്, രോഗശാന്തി കൊടുക്കുന്നുണ്ട്, സമാധാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ അരികത്തേക്ക് വന്നവരെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് കർത്താവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അന്ന് ഗലീലയിലോ കഫർനഹൂമിലോ ഈ പ്രാന്തപ്രദേശങ്ങളിലോ പ്രവർത്തിച്ചവനായ ഈശോയുടെ പ്രവർത്തനം ഇവിടെ നമുക്ക് അനുഭവപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം. ആദ്യം എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. ഞാൻ പോകുന്നു, പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. ഞാൻ പോയി എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ മേൽ അയക്കും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഞാൻ പറഞ്ഞത് ഇനിയും വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. അവയെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവൻ പറഞ്ഞു തരും. അവൻ നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞു പോയവൻ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തു കൊള്ളാനായിട്ട് സഭയിൽ അധികാരം നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട സഭ, പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്ന സമൂഹത്തിൽ അത് സംഭവിക്കും. ആ സഭയിൽ അംഗമായി തീർന്ന് നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുക. വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് എന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഓർത്തുകൊള്ളുക. ഓരോരുത്തരും വിശ്വാസത്തോടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ 2 കൈ എഴുന്നേറ്റ് നമുക്ക് നിൽക്കാം. കർത്താവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ 2 കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നോക്കി നിന്നവരെ അനുഗ്രഹിച്ചു. തന്നെ നോക്കി നിന്നവരെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നവർ കർത്താവിനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങളിൽ കർത്താവ് ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നിങ്ങളുടെ കരങ്ങൾ കൊടുത്തുകൊള്ളുക. നിങ്ങൾ 2 കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി, സഭ മുഴുവനും വേണ്ടി ഈശോയെ നാമത്തിൽ അനുഗ്രഹങ്ങൾ കൊടുക്കുക. നിങ്ങളിൽ ഈശോ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ അതരങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ട്.
രണ്ട് കരങ്ങളെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള മനുഷ്യ മക്കളെ നിങ്ങൾ ഈശോയോട് ചേർന്ന് അനുഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ പുത്രനായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ ജപമാരുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാര്യത്തിന് എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നോ. എന്നുടെ നിഴലായി നിത്യസഹായമാണ് മാതാവെന്നും കൂടെ വന്നോ. മാതാവിൻ ചിത്രമുള്ളൊത്തരീയം അമ്മച്ചി അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. ഒന്നാം ദിവസം ഈശോ സ്വർഗത്തിൽ ഇന്നലെ 10-ാം നാൾ ഊട്ടിശാലയിൽ ധ്യാനിച്ചിരുന്ന സുന്ദര ശിഷ്യന്മാരുടെ മേൽ തൻ്റെ പരിശുദ്ധ അമ്മയുടെ മേലും തൻ്റെ പരിശുദ്ധാത്മാനെ അയച്ചു എന്ന് ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യം ചെല്ലുമ്പോൾ നമുക്ക് ഓർക്കാം, ആ പന്തക്കുസ്ത ദിവസത്തിൽ അവിടെ കൂടുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാനെ അയച്ചു. അപ്പോസ്തലന്മാരുടെ മാത്രമേ അവരുടെ മേൽ മാത്രമല്ല, മറിയത്തിൻ്റെ മേൽ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ ആ സംഘത്തോട് ചേർന്ന് പ്രവർത്തിച്ചവര്, മറിയത്തിന് ചുറ്റും കൂടിയവര്, അമ്മയെ ആദരിച്ചവർക്ക്, അമ്മ വിളിച്ചുകൂട്ടിയ ആ സമ്മേളനത്തെ, അപ്പോസ്തലന്മാർ വിളിച്ചുകൂട്ടിയ സമ്മേളനത്തെ, ദൈവത്തിൻ്റെ അരൂപിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ മരിയ ഭവനത്തിൽ പരിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ച് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. കുർബാന കേന്ദ്രീകരിച്ച് നമ്മൾ ജെറീക്കോ പ്രാർത്ഥന നടത്തി. ആ ജെറീക്കോ പ്രാർത്ഥന നടത്തിയപ്പോൾ നമ്മുടെ ഭവനങ്ങളുടെ ചുറ്റും നമ്മുടെ പ്രതിസന്ധികളെ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നടന്നു. നമ്മളുടെ നേതൃത്വം കർത്താവായിരുന്നു. അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്തു. സകല ബന്ധനങ്ങളും അഴിഞ്ഞു. സമാധാനമായിരിക്കുന്ന നിമിഷമാണ് ഇത്. ഇന്ന് ഇവിടെ കർത്താവിന് ചുറ്റും നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, അമ്മയുടെ സാന്നിധ്യത്തിൽ, വിശുദ്ധരുടെ സാന്നിധ്യത്തിൽ, എല്ലാ
വൈദികളുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യവും തിരുസഭയുടെ മുഴുവൻ സാന്നിധ്യവും നമുക്ക് ഇവിടെ ഓർക്കാം. അവരെ മുഴുവൻ നമ്മുടെ മനസ്സുകളിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മൾ പരിശുദ്ധാത്മാവിനെ നൽകണം. നമ്മളാണ് ഇവിടുത്തെ ശുശ്രൂഷകർ. വിശുദ്ധ കുർബാനയുടെ മുൻപാകെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദാഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങൾ ഈശോയെ കൊടുക്കണം, എല്ലാവർക്കും നിങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യം ഇനി എത്തിയിട്ടില്ലാത്തവർ ഉണർത്തി അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തണം. നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്നിടത്ത് കുർബാനയില്ലായിരിക്കാം, സൗദിയിൽ കുർബാനയെല്ലാം കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം. അറേബ്യൻ നാടുകളിൽ നമ്മുടെ മക്കൾ ചെല്ലുന്നിടത്ത് നല്ല കൂട്ടുകെട്ടുണ്ടാകട്ടെ. തെറ്റായ ബന്ധനങ്ങളിൽ, ജഡികതയ്ക്ക്, സ്വവർഗ ഭോഗത്തിന്, സ്വയം ഭോഗത്തിന്, ശരീരത്തെ നശിപ്പിക്കുന്ന കാർന്നതിനെന്ന തിന്മകൾക്ക്, ക്യാൻസറേക്കാൾ വലിയ തിന്മകൾ ഇന്ന് ലോകത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ പ്രചരിക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിനാൽ അവർ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടപഴകേണ്ടി വരുന്ന മേഖലകൾ, ഏജന്റുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രതിഫലം ചോദിക്കുന്നത് എന്തൊക്കെയാണോ ചോദിക്കുന്നത്, പണം മാത്രമല്ല ജഡം വരെ ചോദിക്കാറുണ്ട്. അതിനാൽ നമുക്ക് നമ്മുടെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ ആരും പ്രഹരിക്കപ്പെടാതിരിക്കാൻ, ആരും സാത്താനാൽ കീറി മുറിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ സംരക്ഷണം, അവർക്കൊക്കെ ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവർക്കും ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കട്ടെ, ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കട്ടെ. തിരുരക്തം കൊണ്ട് എല്ലാവരും കഴുകപ്പെടട്ടെ. വലിയൊരു അഭിഷേകം ദിവികാരണത്തിൽ നിന്ന്, മരീഭവനത്തിൽ നിന്ന് സകലരിലേക്ക് ഈ വിശ്വാസ വർഷത്തിൽ 92 ദിവസം മാത്രം, 91 ദിവസം മാത്രം നമുക്ക് സമർപ്പിക്കാം. ഒന്ന് ചേർന്ന് സമർപ്പിക്കാം. കുർബാന ശക്തമാണ്, അത് വലിയ ശക്തിയാണ്, അത് പന്തക്കുസ്ത അനുഭവമാണ്. എല്ലാവരിലേക്കും അഭിഷേകം വ്യാപരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പോരാ പോരാ, വിശ്വാസത്തോടെ എന്ന് വിളിച്ചേ, സ്നേഹത്തോടെ എന്ന് വിളിച്ചേ, കൊടുക്കുവാൻ വേണ്ടി എടുത്തു പിടിച്ചേ, കൊടുക്കുവാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ചേ, എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടി ഈശോയെ സ്വീകരിക്കുക. പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈശോയെ സ്വീകരിക്കുക. രോഗങ്ങൾ മാറട്ടെ, ക്യാൻസർ രോഗം മാറട്ടെ, ക്യാൻസർ രോഗം മാറട്ടെ, സോറിയാസിസ് രോഗം മാറട്ടെ, മാറാത്ത ബ്ലീഡിങ് മാറട്ടെ, ഫൈബ്രോയിഡ് മാറട്ടെ. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ. യൂറിനൽ ഇൻഫെക്ഷൻ മാറട്ടെ, യൂറിനൽ ഇൻഫെക്ഷൻ മാറട്ടെ, യൂറിനൽ ഇൻഫെക്ഷൻ മാറട്ടെ, സോറിയാസിസ് മാറട്ടെ, ചെവി തുറക്കപ്പെടട്ടെ, കണ്ണ് തുറക്കപ്പെടട്ടെ, ലങ്സിന്റെ ഇൻഫെക്ഷൻ മാറട്ടെ, ലങ്സിന്റെ ഇൻഫെക്ഷൻ, ക്യാൻസറിന്റെ ഇൻഫെക്ഷൻ, ഹൈപ്പ ഇല്ലാത്തവർ ഭാഷാവരം, ഭാഷാവരത്ത് പ്രാർത്ഥിക്കുക, ഭാഷാവരത്ത് പ്രാർത്ഥിക്കുക, ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നിർമ്മലത്തോടെ പ്രാർത്ഥിക്കുക. വിശുദ്ധനോടൊപ്പം പ്രോത്സാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൗൺസിലിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രോത്സാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പോരാ 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 പോരാ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ആഗ്രഹിക്കട്ടെ, കർത്താവെ ആഗ്രഹിക്കട്ടെ, പകർച്ച നമസ്കരികൾ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുക, ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുക, ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുക. നാവിന്റെ കെട്ടുകൾ അരികട്ടെ. ചെവി തുറക്കപ്പെട്ടത്, ചെവി തുറക്കപ്പെട്ടത്, ഇൻഫെക്ഷൻ മാറട്ടെ, ത്രോട്ട് ഇൻഫെക്ഷൻ മദ്യപാനം മാറട്ടെ, മയക്കുമരുന്ന് മാറട്ടെ. ഈശോ 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 ഈശോ
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമരമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമരമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമരമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ഞങ്ങളുടെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമരമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ഞങ്ങളുടെ അപേക്ഷിക്കണമേ.
പരിശുദ്ധമേ അതിലെ പലപ്പോഴേക്കുമേ പരിശുദ്ധ യഹോവയുടെ രാജ്ഞി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എഴുതിയ പത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാനെന്റെ ഈ സ്നേഹ സമ്മാനം. എഴുതിയ പത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാനെന്റെ ഈ സ്നേഹ സമ്മാനം.